നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പരിക്കിൽപ്പെട്ട് വലഞ്ഞ് പോയ സീസണിലെ പ്രകടനം ആവർത്തിക്കാൻ പറ്റാതെ ഉലയുകയാണ് ബാഴ്സ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സമീപകാലത്തെ മത്സരങ്ങൾ നോക്കുക, ബാഴ്സ വല്ലാതെ ഗോളുകൾ വഴങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മടങ്ങി വരവർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ജോയൻ ഗാർഷ്യയുടെ കാര്യം ഇപ്പോൾ പറയുകയാണ് ഹാൻസി ഫ്ലിക്ക്. നോക്കുക, ബാഴ്സക്ക് കളിയുണ്ട് സെൽറ്റ വിഗോക്കെതിരെ. 1:30 പുലർച്ചെ 1:30 നാളെ പുലർച്ചെ 1:30 ബാഴ്സ വേഴ്സസ് സെൽറ്റ വിഗോ മത്സരം. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൻസി ഫ്ലിക്ക് പറയുന്നു, ജോയൻ ഗാർഷ്യ വിൽ ബി ബാക്ക് ആഫ്റ്റർ ദി ബ്രേക്ക്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ജോയൻ ഗാർഷ്യ മടങ്ങിയെത്തും എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ പ്ലീസ്ഡാണ്. അവൻ്റെ പ്രോഗ്രസ്സിൽ ബ്രേക്ക് വരെ, ഇൻ്റർനാഷണൽ ബ്രേക്ക് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ സ്ക്വാഡിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ബാഴ്സക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഏതായാലും അവൻ്റെ തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അത്യന്താപേക്ഷിതവുമാണ്. ഇനിയിപ്പോൾ ചോദ്യങ്ങൾ വേറെയാണ്. അതായത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം കുറേ സൂപ്പർ താരങ്ങൾ ഇപ്പോഴും കളിക്കളത്തിന് പുറത്താണല്ലോ. എസ്പെഷ്യലി റാഫീഞ്ഞ എന്ന് വരും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ റാഫീഞ്ഞ കളിച്ച മത്സരങ്ങളും റാഫീഞ്ഞ കളിക്കാത്ത മത്സരങ്ങളും എടുത്തു നോക്കിയാൽ വലിയ അന്തരമുണ്ട് ബാഴ്സയുടെ വിജയത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ സീസണിൽ റാഫീഞ്ഞ 7 കളികളാണ് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചത്. 6 വിജയം, 1 സമനില. ഒറ്റ കളിയും തോറ്റിട്ടില്ല. 21 ഗോളുകൾ ടീം സ്കോർ ചെയ്തു. 5 ഗോളുകളാണ് തിരികെ വാങ്ങിയത്. റാഫീഞ്ഞ ഇല്ലാതെ ഈ സീസണിൽ കളിച്ച കളി 8 മത്സരങ്ങൾ കളിച്ചു. 4 വിജയം, 1 സമനില, 3 തോൽവി. പകുതി വിജയങ്ങളേ ഉള്ളൂ. 19 ഗോൾ ടീം അടിച്ചു. 15 ഗോളുകൾ തിരികെ വാങ്ങി. അപ്പോൾ വല്ലാത്ത ഒരു ഡ്രോപ്പ് അദ്ദേഹം ഇല്ലാത്ത കളികളിൽ ബാഴ്സയുടെ പ്രകടനത്തിലുണ്ട് എന്നർത്ഥം. പിന്നെ ഇന്നത്തെ കളിയിൽ റോബർട്ട് ലെവൻഡോസ്കി മാർക്കസ് റാഷ്ഫോർഡിനെ മറികടന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ എറിക് ഗാർഷ്യ, കൂണ്ടയ്ക്ക് പകരം ഇൻസ്റ്റെഡ് ഓഫ് കൂണ്ടെ എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും റിപ്പോർട്ടിൽ പറയുന്നു. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരു സ്കോഡൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.